ഹബക്കുക്ക് അധ്യായം 1. ഹബക്കുക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട്. കർത്താവെ, എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്രനാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ, ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കിവിടുന്നു. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളെക്കാൾ വേഗതയുണ്ട്, അവയ്ക്ക് ഇരതയിടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട്. അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു. അവരുടെ കുതിരപ്പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു. ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നടുക്കുന്നു. അവർ അക്രമവുമായി വരുന്നു. അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു. അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ്. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു. കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു. മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു. കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവെ, അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല. അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നെക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെപ്പോലെ, നാഥനില്ലാത്ത ഇഴജന്തുക്കളെപ്പോലെ ആക്കുന്നത് എന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും തൻ്റെ കോരുവലയ്ക്ക് ധൂപവും അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല കുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ? ഹബക്കുക്ക് അധ്യായം 2. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആപലാതിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. വീഞ്ഞ് വഞ്ചന നിറഞ്ഞതാണ്,
ഗർവിഷ്ഠൻ നിലനിൽക്കുകയില്ല. അവൻ്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ്. മൃത്യുവിനെപ്പോലെ അവനൊരിക്കലും മതി വരികയില്ല. ജനതകളെയെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു. ജനപദങ്ങളെ തൻ്റേതെന്ന പോലെ അവൻ പിറക്കിക്കൂട്ടുന്നു. ഇവർ നിന്ദയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും. സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്? പണയവസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം. നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ഭയാധീനനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ? അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തുവായിത്തീരും. നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും. അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിവെച്ചു. നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ആ കഷ്ടം. അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതയ്ക്കു വേണ്ടി ജനതകൾ ബന്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ. ജലം സമുദ്രത്തെ മൂടുന്നതുപോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും. അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് ആ കഷ്ടം. മഹത്വത്തിനു പകരം വെറുപ്പുകൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും. നീ കുടിക്കുക, മതോന്മത്തനാവുക. കർത്താവ് തൻ്റെ വലതു കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും. ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും. ലബനോനോട് നീ ചെയ്ത അക്രമം നിന്നെ അടിപ്പെടുത്തും. നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹുലനാക്കും. വിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? ശില്പി തീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടാവുമല്ലേ അത്? മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുതിലാണ് ആശ്രയിക്കുന്നത്. അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ? സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസം ഇല്ല. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. ഹബക്കൂക്ക് അധ്യായം 3. ഹബക്കൂക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം. കർത്താവേ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തേമാനിൽ നിന്ന്, പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. പകർച്ചവ്യാധി അവിടുത്തെ മുമ്പേ നീങ്ങുന്നു. മഹാമാരി അവിടുത്തെ തൊട്ടുപിന്നിലുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. അവിടുന്ന് ജനതകളെ നോക്കി ഉറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി, ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ. കുഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു.
മിദിയാൻ ദേശത്തിൻ്റെ തിരശീലകൾ വിറയ്ക്കുന്നു. കർത്താവേ, നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം? അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനു നേരെയും ആയിരുന്നുവോ? അങ്ങ് വില്ലുപുറത്തെടുത്ത് ഞാണിൽ അമ്പ് തൊടുത്തു. നദികളാൽ അങ്ങ് ഭൂമിയെ പിളർക്കുന്നു. പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ചു. മഹാപ്രവാഹങ്ങൾ എല്ലാം ഒഴുക്കിക്കളഞ്ഞു. ആഴി ഗർജിച്ചു. ഉയരത്തിലേക്ക് അതിൻ്റെ കൈകൾ ഉയർത്തി. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. അങ്ങ് ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടി, കോപത്തോടെ ജനതകളെ മെതിച്ചു. അങ്ങയുടെ ജനത്തിൻ്റെ, അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി. അങ്ങ് ദുഷ്ടൻ്റെ ഭവനം തകർത്തു, അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി. അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റ് പോലെ വന്ന അവൻ്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു. സമുദ്രത്തെ, അതിൻ്റെ ഇളകിമറിയുന്ന തിരമാലകളെ അശ്വാരൂഢനായി അങ്ങ് ചവിട്ടിമെതിച്ചു. ഞാൻ കേട്ടു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു. മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിലറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഗായക സംഘ നേതാവിന് തന്ത്രീനാദത്തോടെ. The Book of Habakkuk, Chapter 1. The oracle which Habakkuk the prophet received in vision. How long, O Lord? I cry for help, but you do not listen. I cry out to you violence, but you do not intervene. Why do you let me see ruin? Why must I look at misery? Destruction and violence are before me. There is strife and clamorous discord. This is why the law is benumbed, and judgment is never rendered, because the wicked circumvent the just. This is why judgment comes forth perverted. Look over the nations and see, and be utterly amazed. For a work is being done in your days that you would not have believed were it told. For see, I am raising up Chaldea, that bitter and unruly people, that marches the breadth of the land to take dwellings not his own. Terrible and dreadful is he. From himself derive his law and his majesty. Swifter than leopards are his horses, and keener than wolves at evening. His horses prance, his horsemen come from afar. They fly like the eagle hastening to devour. Each comes for the rapine. Their combined onset is that of a storm wind that heaps up captives like sand. He scoffs at kings, and princes are his laughingstock. He laughs at any fortress, heaps up a ramp, and conquers it. Then he veers like the wind and is gone. This culprit who makes his own strength his God. Are you not from eternity, O Lord, my holy God, immortal? O Lord, you have marked him for judgment. O rock, you have readied him for punishment. Too pure are your eyes to look upon evil, and the sight of misery you cannot endure. Why then do you gaze on the faithless in silence, while the wicked man devours one more just than himself? You have made man like the fish of the sea, like creeping things without a ruler. He brings them all up with his hook. He hauls them away with his net. He gathers them in his seine, and so he rejoices and exults. Therefore he sacrifices to his net and burns incense to his seine. For thanks to them his portion is generous and his repast sumptuous. Shall he then
keep on brandishing his sword to slay peoples without mercy? Chapter 2. I will stand at my guard post and station myself upon the rampart, and keep watch to see what he will say to me, and what answer he will give to my complaint. Then the Lord answered me and said, Write down the vision clearly upon the tablets, so that one can read it readily. For the vision still has its time, presses on to fulfillment, and will not disappoint. If it delays, wait for it. It will surely come, it will not be late. The rash man has no integrity, but the just man, because of his faith, shall live. Wealth too is treacherous, the proud, unstable man, he who opens wide his throat like the nether world, and is insatiable as death, who gathers to himself all the nations, and rallies to himself all the peoples, shall not all these take up a taunt against him, satire and epigrams about him, to say, Woe to him who stores up what is not his! How long can it last? He loads himself down with debts. Shall not your creditors rise suddenly? Shall not they who make you tremble awake? You shall become their spoil. Because you despoiled many peoples, all the rest of the nations shall despoil you. Because of men's blood shed and violence done to the land, to the city, and to all who dwell in it. Woe to him who pursues evil gain for his household, setting his nest on high, to escape the reach of misfortune. You have devised shame for your household, cutting off many peoples, forfeiting your own life. For the stone in the wall shall cry out, and the beam in the woodwork shall answer it. Woe to him who builds a city by bloodshed, and establishes a town by wickedness. Is not this from the Lord of hosts? Peoples toil for the flames, and nations grow weary for naught. But the earth shall be filled with the knowledge of the Lord's glory, as water covers the sea. Woe to you who give your neighbors a flood of your wrath to drink, and make them drunk till their nakedness is seen. You are filled with shame instead of glory. Drink you too, and stagger. On you shall revert the cup from the Lord's right hand, and utter shame on your glory. For the violence done to Lebanon shall cover you, and the destruction of the beasts shall terrify you. Because of men's blood shed, and violence done to the land, to the city, and to all who dwell in it. Woe to him who says to wood, Awake, to dumb stone, Arise. Can such a thing give oracles? See, it is overlaid with gold and silver, but there is no life breath in it. Of what avail is the carved image, that its maker should carve it? Or the molten image and lying oracle, that its very maker should trust in it, and make dumb idols? But the Lord is in his holy temple. Silence before him, all the earth. Chapter 3. Prayer of Habakkuk the prophet, to a plaintive tune. O Lord, I have heard your renown, and feared, O Lord, your work. In the course of the years, revive it. In the course of the years, make it known. In your wrath, remember compassion. God comes from Teman, the Holy One from Mount Paran. Covered are the heavens with his glory, and with his praise the earth is filled. His splendor spreads like the light. Rays shine forth from beside him, where his power is concealed. Before him goes pestilence, and the plague follows in his steps. He pauses to survey the earth. His look makes the nations tremble. The eternal mountains are shattered. The age-old hills bow low along his ancient ways. I see the tents of Cushan collapse. Trembling are the pavilions of the land of Midian. Is your anger against the streams, O Lord? Is your wrath against the streams, your rage against the sea, that you drive the steeds of your victorious chariot? Bared and ready is your bow, filled with arrows is your quiver. Into streams you split the earth. At sight of you the mountains tremble. A torrent of rain descends. The ocean gives forth its roar. The sun forgets to rise. The moon remains in its shelter. At the light of your flying arrows, at the gleam of your flashing spear. In wrath you bestride the earth, in fury you trample the nations. You come forth to save your people, to save your anointed one. You crush the heads of the wicked, you lay bare their bases at the neck.
You pierce with your shafts the heads of their princes, whose boast would be of devouring the wretched in their lair. You tread the sea with your steeds amid the churning of the deep waters. I hear, and my body trembles. At the sound, my lips quiver. Decay invades my bones, my legs tremble beneath me. I await the day of distress that will come upon the people who attack us. For though the fig tree blossom not, nor fruit be on the vines, though the yield of the olive fail, and the terraces produce no nourishment, though the flocks disappear from the fold, and there be no herd in the stalls, yet will I rejoice in the Lord, and exult in my saving God. God, my Lord, is my strength. He makes my feet swift as those of hinds, and enables me to go upon the heights. For the leader with stringed instruments,